രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ സമ്പത്തിൻ്റെ വിനിയോഗത്തെക്കുറിച്ചും അതിൻ്റെ സമ്പാദനം, ഉപയോഗം, അതിനെ നമ്മളെങ്ങനെ പരിഗണിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഭാഗമെന്ന് പറയും, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്, അധ്വാനത്തിൻ്റെ മഹാത്മ്യം. നമുക്ക് ആ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈശോയോട് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും കൈകൾ കൂപ്പി കണ്ണടയ്ക്കുക ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ പരിപൂർണമായി അങ്ങയുടെ തിരുസന്നിധിയിൽ തരുന്നു. ദൈവമേ, ഞങ്ങളൊക്കെ ജീവിതത്തിലെ പഠനത്തിൻ്റെയും ജോലിയുടെയും ഒക്കെ മേഖലകളിൽ വ്യാപരിക്കുന്നവരാണ്. ദൈവമേ, ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അങ്ങിൽ ആശ്രയിച്ച് അധ്വാനിക്കുവാനും ആ അധ്വാനത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ഈ ലോകത്തെ സമീപിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അതിന് ഞങ്ങളെ അനുവദിക്കണമേ. പരിശുദ്ധമേ മാതാവേ, വിശുദ്ധ ഔസേ പിതാവേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെ, സകല വിശുദ്ധരെ, സകല മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈശോയെ നന്ദി, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അപ്പം അവസാനത്തെ 2 ശാക്രലേഖനങ്ങൾ എഴുതിയ പാപ്പായെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. എൻ്റെയൊക്കെ കുഞ്ഞിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ ഞങ്ങൾ ഒത്തിരി ആഗ്രഹത്തോടെ നമ്മൾ വിശുദ്ധ കുർബാനയിലൊക്കെ സ്മരിച്ച പാപ്പ ജോൺ പോൾ രണ്ടാമൻ പാപ്പ. പാപ്പായെക്കുറിച്ച് പറയുമ്പോൾ പാപ്പയുടെ ഒരു മനോഹരമായിട്ടുള്ളൊരു ജീവചരിത്ര ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ മലയാളത്തിലെ അതിൻ്റെ ട്രാൻസ്ലേഷനാണ്. അതിൻ്റെ പേരിങ്ങനെയാണ്, പാറമടയിൽ നിന്നും പത്രോസിൻ്റെ സിംഹാസനത്തിലേക്ക്. അപ്പം ഞാൻ ഈ കൊച്ചിൽ ഓർത്തിട്ടുണ്ട്, ഈ പാറമടയും പത്രോസിൻ്റെ സിംഹാസനവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇനി പത്രോസിൻ്റെ സിംഹാസനം പാറ കൊണ്ട് പണിതതാണോ? കാര്യം പാറമേലാണല്ലോ കർത്താവ് സഭ പണിതത് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ ആ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായി, ആ പാറമട എന്ന് പറയുന്നത് അത് ഇതിറേ, ആ പാറമട വേറെ പാറമടയാണ്. അതങ്ങ് പോളണ്ടിലുള്ളൊരു പാറമടയാണ്. കാരണം ജോൺ പോൾ രണ്ടാമൻ പാപ്പ മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യൗവനത്തിൽ അദ്ദേഹം ഒരു പാറമടയിലെ തൊഴിലാളിയായിരുന്നു. നമ്മുടെയൊക്കെ ലോക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കരിങ്കൽ തൊഴിലാളിയായിരുന്നു. ഒരു കരിങ്കൽ കോറി എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ പറയാം. അവിടുത്തെ അധ്വാനിക്കുന്ന ഒരു തൊഴിലാളിയായിരുന്നു നമ്മുടെ ജോൺ പോൾ പാപ്പ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ജോൺ പോൾ പാപ്പ, അപ്പോൾ അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് എല്ലാ പാപ്പാമാരും, എല്ലാവരും അധ്വാനിക്കുന്നവരൊക്കെ തന്നെ. നിങ്ങളൊരു സെമിനാറിയിലേക്ക് ചെന്നാൽ മതി, നമ്മുടെ ബ്രദേഴ്സും അല്ലെങ്കിൽ ഒരു മഠത്തിലേക്ക് നമ്മുടെ സിസ്റ്റേഴ്സും ഒക്കെ ചെയ്യുന്ന അവരുടെയൊക്കെ അധ്വാനമൊക്കെ കാണണം. അതുപോലെ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളൊക്കെ തന്നെ അധ്വാനിക്കുന്നവരാണ്. അപ്പോൾ എല്ലാവർക്കും അധ്വാനത്തെക്കുറിച്ച് നന്നായിട്ട് പറയുവാൻ അവകാശമുണ്ട്, അറിവുണ്ട്. പക്ഷേ ഈ അധ്വാനത്തെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് പറയുവാൻ ജോൺ പോൾ പാപ്പായ്ക്ക് പറ്റും. കാരണം ഈ പറഞ്ഞ അധ്വാനിക്കുകയും പാടത്ത് പണിയെടുക്കുകയും ഒക്കെ ചെയ്ത നല്ല തഴമ്പുള്ള കൈകൾ സ്വന്തമായിട്ടുള്ള ജോൺ പോൾ പാപ്പ അധ്വാനത്തെക്കുറിച്ച് മനോഹരമായിട്ടുള്ള ഒരു ആശയം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അത് കണ്ടുകൊണ്ട് ഇന്നത്തെ പാഠം തുടങ്ങാം. ജോൺ പോൾ പാപ്പ പറയുന്നു, തൊഴിലിൻ്റെ മഹാത്മ്യം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചാക്രിക ലേഖനത്തിലൂടെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു: തൊഴിലിലൂടെ മനുഷ്യൻ പ്രകൃതിയെ പരിവർത്തനം ചെയ്യുന്നു. തൊഴിലിലൂടെ മനുഷ്യൻ പ്രകൃതിയെ പരിവർത്തനം ചെയ്യുന്നു. അതിലുപരിയായി തൊഴിലിലൂടെ അവൻ സ്വയം വളരുകയും മാനവീകരിക്കുകയും മനുഷ്യ സമൂഹത്തിൻ്റെ നാഗരികതയും സംസ്കാരത്തെയും ഉത്തരോത്തരം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ, തൊഴിൽ ചെയ്യുന്നവൻ ഈ ലോകത്തെ പടുത്തുയർത്തുന്നു, ഒപ്പം മാനവരാശിയുടെ വികസനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു. തൊഴിലൊന്നും ചെയ്യാതെ വീട്ടിലിരുന്നു കൊണ്ട് ഉപ്പേരിയും തിന്ന് ചക്കവറുത്തവും തിന്ന് ടി വിയും കണ്ടിരിക്കുന്ന ആൾക്കാരെക്കുറിച്ചല്ല ഇത് പറയുന്നത്. അല്ലെങ്കിൽ റോഡ് വക്കിൽ വഴി നോക്കിയിരുന്നു കൊണ്ട് തൊഴിലിന് പോകുന്നവരെ കുറ്റം പറയുന്നത് ഒരു തൊഴിലായി സ്വീകരിക്കുന്നവരെ കുറിച്ചല്ല ഇത് പറയുന്നത്. നേരെ മറിച്ച് അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന ആൾക്കാരെക്കുറിച്ച് പാപ്പ പറയുകയാണ്. 1, നിങ്ങൾ പ്രകൃതിയെ പരിവർത്തനം ചെയ്യുന്നു. 2, നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ നാഗരികതയെ, നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് നിങ്ങളുടെ സംഭാവന ഭയങ്കരമാണ്. ഈ ലോകത്തെ കെട്ടിപ്പടുക്കുന്നത് നിങ്ങളാണ്. അതിന് പാറമടയിൽ കഷ്ടപ്പെട്ട നമ്മുടെ പാപ്പ പറയുക ലോകത്തോട്. അപ്പം തൊഴിലിനെക്കുറിച്ചുള്ള സഭയുടെ ചിന്താഗതി ഇതൊക്കെ തന്നെയാണ്. സഭ ഇങ്ങനെ തന്നെ ഓരോ തൊഴിലിനെയും കാണുന്നത്. നമുക്കിന്ന് നമ്മുടെ ദിവസത്തിൽ നമ്മൾ തൊഴിലിനെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ കത്തോലിക്ക സഭയുടെ, ഈശോയുടെ സഭയുടെ ആ ഒരു തണലിൽ നിന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ചിന്തിക്കാം. ആദ്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അധ്വാനത്തിൻ്റെ ആവശ്യകത, അല്ലേ? നമ്മൾ ജോലി ചെയ്യണോ, അല്ലേ? എന്ത് സുഖമല്ലേ നല്ല മഴയത്തൊക്കെ ജോലിയൊന്നും ചെയ്യാതെ വീട്ടിലിങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് തിന്നുക ഉറങ്ങുക, മഴ ആസ്വദിക്കുക, വീണ്ടും തിന്നുക ഉറങ്ങുക, പിന്നെ ഫേസ്ബുക്കിൽ കയറുക, പിന്നെ ഇൻസ്റ്റയിൽ കയറുക, പിന്നെയും തിന്നുക ഉറങ്ങുക. എത്ര മനോഹരമായിട്ടുള്ള ദുരന്ത സ്വപ്നമാണതെന്നുള്ളത് മനസ്സിലാക്കുക. മനുഷ്യൻ്റെ ബുദ്ധിപരവും മാനസികവും കായികവുമായ കഴിവുകൾ ഉപയോഗിച്ച് പ്രപഞ്ച വസ്തുക്കളെയും ശക്തികളെയും കൂടുതൽ സുന്ദരവും ഉപകാരപ്രദവുമാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും തൊഴിലെന്ന് വിശേഷിപ്പിക്കാം. മനോഹരമായിട്ടൊരു വീട് പണിയുന്നതാകാം, ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നതാകാം, ഒരു ഡോക്ടർ ജോലി ചെയ്യുന്നതാകാം, ഒരു കൃഷിക്കാരൻ അവൻ്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതാകാം. ഇതൊക്കെ തന്നെ എത്ര മനോഹരമായിട്ട് ഈ പ്രകൃതിയെ അണിയിച്ചൊരുക്കുന്ന പ്രക്രിയ.
മനുഷ്യൻ ബുദ്ധിപരവും മാനസികവും കായികപരവുമായ നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് പ്രപഞ്ച വസ്തുക്കളെയും ശക്തികളെയും കൂടുതൽ സുന്ദരമാക്കുന്നു. മനുഷ്യൻ്റെ വളർച്ചയും വികാസവും സർഗാത്മക ശക്തിയുടെ പ്രകാശനവും തൊഴിലിലൂടെ തന്നെയാണ് സാധ്യമാകുന്നത്. ഈ സമൂഹം വളർന്നിട്ടുണ്ടെങ്കിൽ, ഈ ലോകം വളർന്നിട്ടുണ്ടെങ്കിൽ, ഇത്രയും വലിയ വികസനം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സമൂഹം കാഴ്ചവെച്ച അവൻ ഈ ലോകത്തിന് നൽകിയ തൊഴിലെന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള സംഭാവന അതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരാളുടെ ഫോട്ടോ നമ്മുടെ സ്ക്രീനിൽ നമുക്ക് കാണാം. മറ്റാരുടെയുമല്ല, തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന കണ്ടുപിടുത്തങ്ങളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന ഇഷ്ടംപോലെ കണ്ടുപിടുത്തങ്ങളുള്ള തോമസ് ആൽവ എഡിസൺ. ഈ എഡിസൺ ഒരിക്കൽ പറഞ്ഞ രസകരമായിട്ടുള്ള ഒരു വാചകമാണ്. എഡിസൺ ഇങ്ങനെ പറയുന്നത്: വിലപ്പെട്ടതൊന്നും വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് വീണ് കിട്ടിയതല്ല. എൻ്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം കഠിനാധ്വാനത്തിൻ്റെ ഫലങ്ങളാണ്. ഇങ്ങനെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു: വേദനകൾക്കും വിഷമങ്ങൾക്കും മരുന്നായി മദ്യം സേവിക്കുന്നവരെ മദ്യത്തേക്കാൾ ഒന്നാന്തരം മരുന്നാണ് അധ്വാനം. അതായത് എനിക്ക് സങ്കടം വരുന്നു, എനിക്ക് ആകെ നിരാശയാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, ഉടനെ വെള്ളമടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണിക്കാൻ പോകുന്നു, മയക്കുമരുന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒത്തിരി അതർ എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ടല്ലോ. നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ഒത്തിരി എൻ്റർടൈൻമെൻറ്റ്സുമായിട്ട് ഒത്തിരി പേര് ചുറ്റുമുണ്ടല്ലോ. അവിടെ നിന്നും പോയി തലവെക്കാതെ അപ്പോൾ വാശിക്ക് പോയി അധ്വാനിക്കുക. കാരണം അധ്വാനിച്ചവൻ മാത്രമേ, കഠിനാധ്വാനം ചെയ്തവൻ മാത്രമേ ഈ ലോകത്തിൽ വിജയിച്ചിട്ടുള്ളൂ. അവനെയാണ് ദൈവം വിജയിക്കാൻ അനുവദിക്കുന്നത്. അപ്പോൾ ഇനി ഏത് തൊഴിലിനും മാന്യതയുണ്ട്. നമ്മളിത് അധ്വാനിക്കുക, ഏത് ജോലി ചെയ്യും? അടുത്ത പ്രശ്നം അല്ലേ, ഏത് ജോലിയാണ് ഏറ്റവും നല്ല ജോലി? മനോഹരമായിട്ട് വെള്ള ഷർട്ടിട്ട് വൈറ്റ് കോളർ ജോബൊക്കെ ചെയ്ത് മനോഹരമായിട്ട് പാറിപ്പറക്കുന്ന ഇന്നോവയിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ജില്ലാ കളക്ടർ ജോലി ചെയ്യുന്നു എന്നുള്ളതൊന്നും സ്വപ്നം കാണണ്ട. അല്ലെങ്കിൽ അങ്ങനെ സ്വപ്നം കണ്ടൊരു കുഴപ്പമില്ല. പക്ഷേ ഈ ജില്ലാ കളക്ടറുടെ ജോലിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജോലിയും നമ്മുടെ പാടത്ത് പണിയെടുക്കുന്ന കർഷകൻ്റെ ജോലിയും എല്ലാം ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്, ഒരുപോലെ മാന്യമാണ്. എല്ലാ ജോലികളും മാന്യമാണ്. അധ്വാനമില്ലാത്ത സമൂഹത്തിന് നിലനിൽപ്പില്ല, യാതൊരു സംശയമില്ല. ഓൾറെഡി നമ്മൾ കണ്ടു. വ്യത്യസ്തതയാർന്ന തൊഴിലുകൾ നിർവഹിക്കപ്പെടുമ്പോഴാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. എല്ലാ തൊഴിലും മാന്യതയുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കി, അവിടെ നിങ്ങളുടെ സ്ക്രീനിലെ ബോക്സിലുള്ള നിങ്ങൾ നോക്കിയേ, അപരനെ വഞ്ചിക്കുകയോ നഷ്ടം വരുത്തുകയോ ചെയ്യാത്ത ഏത് തൊഴിലും മാന്യമാണ്. മറ്റൊരുവനെ വഞ്ചിക്കാതെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി കാശ് സമ്പാദിക്കുന്ന തട്ടിക്കൂട്ട് പരിപാടി എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ട് മാറ്റിവെച്ചാൽ ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന ബാക്കി എല്ലാ ജോലിയും മാന്യതയുള്ളതാണ്. തൂപ്പുകാരൻ്റെ തൊഴിലും വൈറ്റ് കോളർ ജോലിയും സമൂഹത്തിന് ഒരേ സമയം ആവശ്യമാണ്. ഇരു കൂട്ടരും മാന്യരാണ്. തൊഴിൽ ചെയ്യാൻ മടിക്കുന്നവരാണ് മാന്യതയില്ലാത്തവർ. തൂപ്പുകാരൻ ജോലി ചെയ്യുന്നതിനോട് നീ മാന്യതയില്ലാത്തവനാണെന്ന് പറയുന്നവനാണ് മാന്യതയില്ലാത്തവൻ. അവൻ്റെ അപ്സ്റ്റെയർ വേക്കന തലയ്ക്കത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് പറയുന്നത്. കാരണം തൂപ്പുകാരൻ്റെ ജോലിയായാലും വൈറ്റ് കോളർ ജോലിയായാലും ഏത് ജോലിക്കും മാന്യതയുണ്ട്. ആ മാന്യത തിരിച്ചറിഞ്ഞ് എല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമ്പോഴേ നമ്മളൊക്കെ മനുഷ്യരായി നല്ല ക്രിസ്ത്യാനികളായി നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഏത് ജോലിക്കും മാന്യതയുണ്ട്, നമ്മുടെ മുൻപിൽ ചെയ്യുന്ന ഏത് ജോലിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്, നമ്മളൊക്കെ മറന്നു പോകുന്നത്. ഭൂമിയിലെ അടിസ്ഥാന തൊഴിൽ എക്കാലവും കൃഷിയാണെന്ന് മറക്കാതിരിക്കുക. നല്ല കൃഷിക്കാരാവുക. നമുക്കത് സാധിക്കണം. നമ്മളൊക്കെ തന്നെ പാടത്തും പറമ്പത്തും കഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന, പണിയെടുക്കുന്ന കർഷകനെ മറന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ അധികം കാലമൊന്നും നമ്മുടെ വണ്ടി മുന്നോട്ട് ഓടത്തില്ല. മാതാവും ഗുരുനാഥയും ജോൺ 23 പാപ്പ എഴുതിയ ചാക്രലേഖനമാണ്. കഴിഞ്ഞ ആഴ്ച നിങ്ങളിത് അസൈൻമെൻറ്റിനകത്ത് അതുണ്ടായിരുന്നു. അതിനകത്ത് അന്ന് തന്നെ പറഞ്ഞായിരുന്നു. അതിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞ കൃഷിയെക്കുറിച്ചാണ്. പാപ്പ അതിൽ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് എഴുതി വെക്കുകയാണ്, ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന മനുഷ്യരാണ് കൃഷിക്കാർ. ദൈവത്തെ പോലെ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുന്നത്, അല്ലേ? ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് കൃഷിക്കാർ. കൃഷിക്കാർ ഈ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, നിങ്ങളും ഞാനും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി, ദ ഫസ്റ്റ് പൊസിഷൻ, അത് കൃഷിക്കാരനെ തന്നെയാണ്. അത് അംഗീകരിക്കാൻ നമ്മൾ മടിക്കുന്നതാണ് നമ്മുടെയൊക്കെ തന്നെ പരാജയം. അപ്പം നമ്മൾ ജോലിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പം കൃഷി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ജോലിയെക്കുറിച്ച് കൂടെ ചർച്ച ചെയ്യാം. ഇനി തൊഴിലിനെക്കുറിച്ച് പറയുമ്പോൾ സൃഷ്ടികർമ്മത്തിലുള്ള പങ്കുചേരൽ. സൃഷ്ടിയിലും പരിപാലനത്തിലും പ്രവർത്തനനിരതനായ ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. തമ്പുരാൻ കർത്താവ്, അല്ലേ? ദൈവം എല്ലാം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ദൈവസ്നേഹം കവിഞ്ഞൊഴുകിയ ഏറ്റവും മനോഹരമായിട്ടുള്ള ഉദാഹരണമാണല്ലോ ഈ സൃഷ്ടികർമ്മം. ഈ ഭൂമി മുഴുവൻ സൃഷ്ടിച്ച, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ദൈവം ഭൂമിയോട് കാണിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. അങ്ങനെ ഏറ്റവും നല്ലൊരു എക്സ്പ്രഷനാണ് അത് സ്നേഹത്തിൻ്റെ. അപ്പോൾ ഈ സൃഷ്ടികർമ്മം എന്ന് പറയുന്ന ആ ഒരു വലിയ ദൗത്യത്തിൽ പങ്കുചേരുന്നതാണ് ഓരോ കൃഷിക്കാരനും. പ്രകൃതിയിലെ വസ്തുക്കളെല്ലാം മനുഷ്യൻ്റെ കരസ്പർശമേൽക്കുമ്പോൾ വികാസം പ്രാപിക്കുന്നു. കല്ലുകൾ കൊട്ടാരങ്ങളായും തരിശുഭൂമി വിളഭൂമികളായിട്ട് മാറുന്നു. നമ്മൾ ഈ പല സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, ഇങ്ങനെ നായകൻ വളരെ ആവേശത്തോടു കൂടെ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു, അവിടുത്തെ തരിശുഭൂമി മുഴുവൻ കൃഷി ചെയ്ത് പെട്ടെന്ന് അവിടെ വിള വരുന്നു, എല്ലാം മനോഹരമാകുന്നു. സിനിമയിൽ മാത്രമല്ല, അധ്വാനിക്കുന്ന ഏത് മനുഷ്യനും ഏത് തരിശുഭൂമിയും മനോഹരമായിട്ടുള്ള വിളഭൂമിയാക്കി മാറ്റുവാൻ സാധിക്കും. അധ്വാനിക്കുന്ന ഏതൊരു മനുഷ്യനും ഈ ലോകത്ത് മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾ സൃഷ്ടിക്കുവാൻ, ഈ ലോകത്ത് മനോഹരമായിട്ടുള്ള ഏറ്റവും എല്ലാവർക്കും നന്മയ്ക്ക് കാരണമാകുന്ന നിരവധി സംവിധാനങ്ങൾ രൂപപ്പെടുത്തുവാൻ സാധിക്കും. അതുകൊണ്ട് മനസ്സിലാക്കുക, ഒരു തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൃഷ്ടികർമ്മത്തിലുള്ള പങ്കുചേരലാണ്. അധ്വാനം എന്ന ദൈവാരാധനയാണ്. നമ്മൾ അധ്വാനിക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ നന്നായിട്ട് അധ്വാനിക്കുമ്പം
കാര്യം നമ്മുടെ അധ്വാനത്തിന് ദൈവം പ്രതിഫലം തരും. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് അധ്വാനിച്ച ഒരാൾ പോലും ഇന്നേ വരെ ഈ ലോകത്തിൽ പരാജയപ്പെട്ടു പോയിട്ടില്ല. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിൽ ആശ്രയിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടത് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അധ്വാനിക്കണം. നമ്മുടെ അധ്വാനത്തിന് ദൈവം പ്രതിഫലം തരും. പണം നേടുന്നതിൽ മാത്രം അധ്വാന ഫലം ഒതുങ്ങുന്നില്ല. നിങ്ങളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് ജോലി ചെയ്യുന്നു, അല്ലെ ബിസിനസ് ചെയ്യുന്നു, കൃഷി ചെയ്യുന്നു, കാശ് കിട്ടുന്നു, കാശ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പോലെ. അതുമാത്രമല്ല, സൃഷ്ടാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു മാർഗം കൂടിയാണ് തൊഴിൽ. ദൈവത്തെ ഓരോ തൊഴിൽ ചെയ്യുമ്പോഴും, ഞാനൊരു അധ്യാപകനാണെങ്കിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി പഠിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒരു നല്ല കൃഷിക്കാരൻ അവൻ നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒരു നല്ല പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ അങ്ങനെ ഏത് ജോലിയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളൊരു മാർഗം കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളൊരു മാർഗ്ഗമാണ് സത്യസന്ധമായ ജോലി എന്നുള്ളത് കൊണ്ട് തന്നെ തൊഴിലിന് പ്രാർത്ഥനയുടെ സ്വഭാവം കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ അധ്വാനം ആരാധനയാണെന്ന ആശയം നിലവിലുണ്ട്. അതായത് തൊഴിലെന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയുടെ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു അധ്വാനം ഒരു പ്രാർത്ഥനയുടെ സ്വഭാവമുള്ളതാണ്. നമ്മൾ അധ്വാനിക്കുമ്പോൾ അതിന് പ്രാർത്ഥനയുടെ സ്വഭാവമുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. നമുക്ക് ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ, സഭയുടെ ചരിത്രത്തിലേക്ക്, നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് കാണുവാൻ സാധിക്കും അധ്വാനം ദൈവാരാധനയാക്കി മാറ്റിയ വിശുദ്ധാത്മാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. അധ്വാനം ദൈവാരാധനയാക്കി മാറ്റിയ വിശുദ്ധാത്മാക്കളെ സത്യസന്ധതയോടും അർപ്പണ മനോഭാവത്തോടും കൂടി തൊഴിൽ ചെയ്യുന്നവർ, ആദരപൂർവ്വം സ്വന്തം തൊഴിൽ നിർവഹിക്കുന്നവർ, തങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നവർ, ദൈവമഹത്വത്തിനായി തൊഴിലെടുക്കുന്നവർ, തൊഴിലിനെ മനുഷ്യ സേവനമായി കാണുന്നവർ, ഇവരൊക്കെ തന്നെ അധ്വാനത്തെ ആരാധനയായിട്ട് തീർക്കുന്നവരാണ്. ഞാൻ ഒന്നും കൂടെ അതൊന്ന് റിപ്പീറ്റ് ചെയ്യും. വളരെ ശ്രദ്ധിച്ച് നമ്മൾ വീണ്ടും വീണ്ടും വായിക്കേണ്ട ഒരു ഭാഗമാണത്. ആരെല്ലാമാണ് അധ്വാനത്തെ ആരാധനയാക്കി തീർക്കുന്നവരെന്നുള്ളതാണ്. സത്യസന്ധതയോടും അർപ്പണ മനോഭാവത്തോടും കൂടി തൊഴിൽ ചെയ്യുന്നവർ, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ. 2, ആദരപൂർവ്വം സ്വന്തം തൊഴിൽ നിർവഹിക്കുന്നവർ. ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ ആദരവോടെ ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നത്. ഏത് ജോലി ആയിക്കൊള്ളട്ടെ, നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ജോലി മുതൽ ഏറ്റവും ഈസിയായിട്ട് ചെയ്യാവുന്ന ജോലി വരെ ആയിക്കൊള്ളട്ടെ, ഏത് ജോലിയും ഏറ്റവും ആദരവോടുകൂടി ബഹുമാനത്തോടു കൂടി ആ ജോലി ചെയ്യുന്നവർ. ഇനിയുണ്ട് തങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നവർ. നമുക്ക് വേണ്ടി അല്ലേ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും അല്ല, എത്ര പേർ അധ്വാനമാണ്, എത്ര പേര് ഭക്ഷണം കഴിക്കുന്നതിന് പ്രാർത്ഥിക്കാറുണ്ട്, ഇത് തന്നവർക്ക് നമ്മൾ നന്ദി പറയാറുണ്ട്. അതുപോലെ നമ്മൾ ഓരോ ജോലി നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒത്തിരി പേരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ദൈവമഹത്വത്തിനായിട്ട് തൊഴിലെടുക്കുന്നവർ. അറിയാം, നമുക്ക് ഒത്തിരി പേരെ അറിയാം. ദൈവമഹത്വത്തിനായിട്ട് തൊഴിലെടുക്കുന്നവർ, തൊഴിലിനെ മനുഷ്യ സേവനമായിട്ട് കാണുന്നവർ, ഇവരൊക്കെ തന്നെ തൊഴിലിനെ ആരാധനയായിട്ട് കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ തൊഴിലിനെ ആരാധനയായി കാണുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും ഉണ്ടാകണം. അപ്പോൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ ഒരു ചെറിയ ഒരു അസൈൻമെൻറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾ അനുവർത്തിക്കേണ്ട ഒരു ശീലം നിങ്ങൾ ഒത്തിരി പേര് ചെയ്യുന്ന കേട്ടോ, ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ഇനി മുതലെങ്കിലും നമ്മൾ ഇതിനകത്ത് ഒരു കാര്യമുണ്ടല്ലോ, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെന്ന്. ഞാനും നിങ്ങളുമൊക്കെ നമുക്ക് ഒത്തിരി സാഹചര്യങ്ങളുണ്ട് നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന നമ്മുടെ ഡോക്ടർമാർ, നഴ്സുമാർ, നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, നമ്മുടെ അധ്യാപകരൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട 1-2 പേർ നമ്മുടെ വീട്ടിലുണ്ട്, അല്ലേ, നമ്മുടെ അപ്പനും അമ്മയും. എല്ലാ ദിവസവും ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇത് ഒരു അസൈൻമെൻ്റ് അല്ല, ഇനി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു ശീലം, ചെയ്യാത്തവർ മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്ക് ഈ ഭക്ഷണം നമുക്ക് തരാൻ കാരണമായ, നമുക്ക് വേണ്ടി പാകം ചെയ്ത നമ്മുടെ അമ്മ ഉൾപ്പെടെ, അതിന് കാരണക്കാരനായ അപ്പൻ ഉൾപ്പെടെ, ഇത് കൃഷി ചെയ്ത കൃഷിക്കാർ ഉൾപ്പെടെയുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ നമ്മുടെ ഭക്ഷണം നമ്മുടെ മുന്നിലെത്തുമ്പോൾ അതിന് കാരണക്കാരായ എല്ലാവർക്കും വേണ്ടി ഇനി മുതൽ ജീവിതത്തിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. അങ്ങനെ ചെറിയ ഒരു അസൈൻമെൻറ്റ് തരുന്നു, അതൊരു ശീലമായിട്ട് എനിക്കും നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കപ്പോൾ പ്രാർത്ഥിച്ചു പിരിയാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ പരിപൂർണമായി സമർപ്പിക്കുന്നു. ഈശോയെ, തൊഴിലിനെ ദൈവത്തിന് നൽകുന്ന ആരാധനയായിട്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള മാർഗ്ഗമായി കാണുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ, ഈ നിമിഷം വരെ ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ ഞങ്ങളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സഹായിച്ച എല്ലാവരെയും, ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച എല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവമേ, ഞങ്ങൾ അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ മാതാവേ, വിശുദ്ധ ഔസേ പിതാവേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെ, സകല വിശുദ്ധരെ, സകല മലഹമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ. ആമേൻ.